Hi friends, welcome back to my channel. ഇന്ന് മത്തങ്ങ വരട്ടിയത് കൊണ്ട് ഒരു ഇലയട തയ്യാറാക്കി എടുക്കാം. കൂടുതൽ നാളെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മത്തങ്ങ വരട്ടിയത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാഴയിലയിലാണ് നമ്മൾ ഈ ഒരു അട തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന മത്തങ്ങ ഇലയട അല്ലെങ്കിൽ ഇലയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം. ഇലയട തയ്യാറാക്കുന്നതിനായിട്ടുള്ള മത്തങ്ങ വരട്ടിയത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് പുറത്ത് വയ്ക്കാം. അതല്ല ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട വാഴയില നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ അട തയ്യാറാക്കുമ്പോൾ വാഴയില പൊട്ടിപ്പോവാതിരിക്കാനായിട്ടാണ്. ഇനി നമുക്ക് അടയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഡോ കുഴച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ ഇതിനാവശ്യമായിട്ടുള്ള മത്തങ്ങ വരട്ടിയത് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം 1.5 കപ്പ് മത്തങ്ങ വരട്ടിയതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ മത്തങ്ങ വരട്ടിയത് നന്നായിട്ട് ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഒത്തിരി ഹാർഡല്ല, എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്തൊരു പരുവത്തിന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂസും അതുപോലെ ഉണക്കമുന്തിരിയും ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്ത ഇടയ്ക്ക് നമ്മൾ ഈ ഒരു അട കഴിക്കുമ്പോൾ അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അതും നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വാഴയിലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇത് വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ അട തയ്യാറാക്കി എടുക്കുമ്പോൾ സമയത്ത് ഇത് മുറിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത ശേഷം ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ അട പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. രണ്ട് രീതിയിൽ വാഴയിലയിൽ അട പരത്തിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് സിമ്പിളായിട്ട് നമ്മൾ ചെറിയൊരു പോർഷൻ അതിൽ നിന്നും മാവെടുത്തതിന് ശേഷം ഇതുപോലൊരു ഓവൽ ഷേപ്പ് ആക്കി അതിനുശേഷം വാഴയിലയുടെ എല്ലാ വശവും 3 വശവും ഇതുപോലെ ഒന്ന് മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ അട റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അട ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൈ വെച്ച് പരത്തുന്ന രീതിയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ഇതുപോലെ ഓരോ ഉരുള എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെള്ളത്തിൽ ഓരോ തവണയും ഡിപ്പ് ചെയ്ത് വളരെ കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാം. അതിനുശേഷം വാഴയില ഇതുപോലെ മടക്കി ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റീമറിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ സ്റ്റീമറിൻ്റെ തട്ടിലാണ് ഈ ഒരു അട വേവിച്ചെടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ടും അതുപോലെ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഈ ഒരു അട തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ അട റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ ഇലയട ഇവിടെ റെഡിയായിട്ടുണ്ട്. വാഴയില വാട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അഡീഷണലി ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് സ്മൂത്തായിട്ട് ഇളകി വരും. വളരെ സോഫ്റ്റാണ്. അതുപോലെ മത്തങ്ങയുടെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിൽ മുന്നിട്ട് നിൽക്കില്ല. വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.